ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളി ബജിയാണ്. അപ്പോൾ ഉള്ളി ബജിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഒരു 3 വലിയ സവാള, ഒരു 4 പച്ചമുളക്, ഇഞ്ചി, കുറച്ച് മുളക് പൊടി, കടലമാവ്, ഉപ്പ്, കറിവേപ്പില, കായപ്പൊടി. പിന്നെ ഇത് നമുക്ക് സവാള ചെറുതായിട്ട് നല്ല നൈസായിട്ട് ഇതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വേണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. അത് ആ ഉള്ളിയുടെ ജ്യൂസ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് ഇടണം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഒരു കടലമാവ്, ഞാനൊരു 10 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതായത് കടലമാവ് കുറച്ചും ഉള്ളി ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ. ഉള്ളിയിൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഞാനിവിടെ എരിവിന് ഉപയോഗിക്കുന്നത് മുളക് പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ നമ്മുടെ കായം നമ്മൾ കായപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാം. കായപ്പൊടി ഒരു നുള്ളു മതി, കുറച്ച് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നല്ലോണം ഒരു 10 മിനിറ്റെങ്കിലും നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, വേണ്ടാത്ത നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചാലും മതി. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക, അതായത് ആ വെള്ളത്തിൻ്റെ അംശം ഇതുപോലെ ഇരിക്കണം. കുറച്ച് ഒരു വെള്ളം പോലെ തന്നെ ഇരിക്കണം. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ പൊരിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചൂടായ ചട്ടി എടുത്തിട്ട് അതിനുള്ളിൽ എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഏതായാലും മതി. നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ വീതം മാവ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു 3 വലിയ സവാള കൊണ്ട് ഒരു 15 ഇത് കൂട്ടത്തെ ഒരു മീഡിയം സൈസ്ഡ് ഉള്ളി ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ എണ്ണയിൽ ഈ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ പുറം വേഗം കരിഞ്ഞു പോകും. ഉള്ളു വേവുകയില്ല. അത് കാരണം നമ്മൾ എണ്ണയ്ക്കകത്ത് നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിൽ വേണം മാവിടാൻ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് 2 സൈഡിലും ഒരേപോലെ നല്ല ക്രിസ്പായതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് അത് റെഡിയായി എടുത്ത് വെക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി ബജി ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട 3 ഉള്ളി ബജി റെഡി ആയിട്ടുണ്ട്. അങ്ങനെയെല്ലാം റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. ഇങ്ങനത്തെ നാടൻ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.